നമ്മളെ ക്ഷേമത്തോടെ നടത്തിയ കർത്താവിൻ്റെ വലിയ വിശ്വസ്തതയോർത്ത് അല്പസമയം നമുക്ക് നന്ദി പറയാം ആ കർത്താവിന്. ഒരു നിമിഷം നിങ്ങളുടെ അധരങ്ങളെല്ലാം തുറന്ന് ആ കർത്താവിന് നന്ദി പറയാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം അല്പസമയത്തേക്കൊന്ന് മാറ്റിവെച്ച് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ ആ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിന് ഒന്ന് നന്ദി പറഞ്ഞു തുടങ്ങിയാണ്. നന്ദി പറഞ്ഞു തുടങ്ങി അധരങ്ങളെല്ലാം ഒന്ന് ചലിപ്പിച്ച് നന്ദി പറഞ്ഞു തുടങ്ങിയാണ്. ഇന്ന് പകലിലും കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. ആമേൻ. ഈ ഒരു കഴിഞ്ഞ ആഴ്ചയിലും ആമേൻ പല ആപത്തുകളും പല അനർത്ഥങ്ങളും നമ്മുടെ ജീവിതത്തിൽ നേരിട്ടു. എന്നാൽ അതിൻ്റെ നടുവിലെല്ലാം ആ കരുതുന്ന കരം നമ്മുടെ കൂടെ. ആമേൻ. ഇന്ന് പകലിലും ആ ബോധ്യമുള്ളവർ അധരങ്ങളെല്ലാം തുറന്നൊന്ന് നന്ദി പറഞ്ഞു ഒന്ന് സ്തുതിച്ചു തുടങ്ങിയ കർത്താവ്, ഒന്ന് സ്തോത്രം ചെയ്തു തുടങ്ങി. കരങ്ങളെ തട്ടി സ്തുതിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ആ കർത്താവിനെ നിങ്ങൾക്ക് എങ്ങനെ ആരാധിക്കണം അങ്ങനെ ഇന്ന് പകലിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ കർത്താവിനെ ഒന്ന് ആരാധിച്ച് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ആരുടെ പ്രേരണ പ്രകാരമാകരുത് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഇന്ന് പകലിൽ ഞാൻ അത് റിപ്പീറ്റ് ചെയ്യാം. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് പകലിൽ ആ കർത്താവിനെ ഒന്ന് ആരാധിച്ച് ഇന്ന് പകലിലും ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ നമ്മുടെ ആലയത്തിന്റെ നടുവിലേക്കൊന്ന് സ്വാഗതം ചെയ്ത് We welcome you, Holy Spirit. പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങേ സ്വാഗതം ചെയ്യുന്നു കർത്താവ്. ഇന്ന് പകലിലും ആഗ്രഹത്തോടെ ആ സാന്നിധ്യത്തിനായുള്ള ദാഹത്തോടെ വന്നിരിക്കുന്ന ജനത്തെ കർത്താവെ അങ്ങ് നിറയ്ക്കണമേ. ഇന്ന് പകലിലും ആ കരുതലിന്റെ കരവ് അവരുടെ മേലൊന്ന് ഇന്ന് പകലിലും ആമേൻ ഏതെങ്കിലും തരത്തിലുള്ള ഭാരത്തോടോ പ്രയാസത്തോടോ ആയിരിക്കാം ആമേൻ കുറച്ചു പേരെങ്കിലും ഇവിടെ ആയിരിക്കുന്നത്. എന്നാൽ അവരോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഭാരപ്പെടണ്ട. കാരണം ആമേൻ നിങ്ങളെ കരുതുന്ന കരം അതൊരു മനുഷ്യന്റെ കരമല്ല, അത് ദൈവത്തിന്റെ കരമാണ്. ആമേൻ. വചനം ഇങ്ങനെയാ പറയുന്നത്, ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. അടുത്ത വാക്യ എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത്, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും ആ കർത്താവ് തരുന്ന ഒരു ഉറപ്പുണ്ട്. ഇന്ന് പകൽ ആ കർത്താവിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ വീണ്ടും പോലെ നിങ്ങൾക്ക് നൽകുന്ന ഒരു കർത്താവ്. ആമേൻ. കഴിഞ്ഞ നാളുകളിലും ആമേൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് നിങ്ങൾ ആ മുഖത്തേക്കൊന്ന് നോക്കിയപ്പോഴല്ലേ വാതിലുകൾ തുറന്ന് വഴികൾ തുറന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് എന്തിനാ നിങ്ങൾ ഭാരപ്പെടുന്നത്? ഒരു നിമിഷം ആ മുഖത്തേക്കൊന്ന് നോക്കി, നമ്മളെ കരുതുന്ന ആ കരത്തിലേക്കൊന്ന് നോക്കി. ഇന്ന് പകലും ആ ഉറപ്പുള്ളവർ എന്റെ ആവശ്യങ്ങളെ എന്നേക്കാൾ നന്നായി അറിയുന്നു. എന്റെ ബന്ധുക്കളെക്കാൾ, എന്റെ ഏറ്റവും അടുത്ത വ്യക്തികളെന്ന് ഞാൻ ചിന്തിക്കുന്നവരെക്കാൾ എല്ലാം നന്നായി എന്റെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു കർത്താവ്, എനിക്കായി വഴികളെ തുറക്കുന്ന ഒരു കർത്താവ്. ഇന്നും പകലിലും ആ ദൈവത്തിന്റെ കരം കുറുകി പോയിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടെന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് ആ കർത്താവ് പറയുന്നു, നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഞാനുണ്ട്, നിന്റെ കൂടെ എന്റെ കരമുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ. ഇവിടെ ഇരിക്കുന്ന ആരോ ആമേൻ ഒരു ജോലിക്കായി ഒരു വാതിലിനായി ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് പകൽ ആ വ്യക്തിയോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി വാതിലിനെ തുറക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ആ ജോലിയെ ഒരുക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ. നീ പരിഹാസത്തിന്റെ നടുവിലാണ് ഇന്ന് പകലായിരിക്കുന്നത്. ഒരു ജോലി ഇല്ലാത്തതിനാൽ ഒരു പരിഹാസത്തിന്റെ നടുവിൽ ഒരു പരിഹാസപാത്രമായ നീ ആയിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിന്നോട് ഉറപ്പ് പറയുന്നു,
നിനക്ക് വേണ്ടി വഴി തുറക്കാൻ, വാതിൽ തുറക്കാൻ അവൻ സർവശക്തനാണ്. ഓ യേശുവേ, നന്ദിയപ്പ, നന്ദിയപ്പ. ഇന്ന് പകലും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്, നന്ദി പറയുന്നു കർത്താവേ. യെസ്, അങ്ങയുടെ കരുതലിനാണ്, അങ്ങയുടെ കാവലിനാണ്. എന്നെ കരുതുന്ന വിധങ്ങളോർത്ത നന്ദിയാലുള്ള നിറഞ്ഞിടുന്നു. ചേർന്നൊന്ന് പാടി. എന്നെ നടത്തുന്ന വഴികളോർത്ത ആനന്ദത്തിൻ അശ്രു പൊഴിഞ്ഞിടുന്നു. എന്നെ കരുതുന്ന വിധം, എന്നെ കരുതുന്ന വിധങ്ങളോർത്ത നന്ദിയാലുള്ള നിറഞ്ഞിടുന്നു. യേശുവേ, എന്നെ നടത്തുന്ന വഴികളോർത്ത പകലും ആനന്ദത്തിൻ അശ്രു പൊഴിഞ്ഞിടുന്നു. അതുകൊണ്ടൊന്ന് ചേർന്ന് പാടാമോ? യേശുവേ, യേശുവേ രക്ഷക, അങ്ങേ ഞാൻ സേവിക്കൂ. പാദം മൂറമുള്ള പാറമേ പാടാൻ പുതുഗീതം നാവിൽ തന്നു. പാടും സ്തുതികളെന്നെ ചേർന്ന് പാടി. പാപക്കുഴിയിൽ ഞാൻ താഴിടാം, പാദം മൂറമുള്ള പാറമേ സ്നേഹവാനായ യേശു പാടാൻ പുതുഗീതം നാവിൽ തന്നു. ഓ പാടും സ്തുതികൾ എന്നെ ഹൃദയം എത്ര കലങ്ങിപ്പോയാണ്, എത്ര വേദനയിലൂടെ കടന്നുപോയാൽ നിങ്ങൾ ആ പ്രശ്നത്തിനെ നേരിടുന്നത് ഒറ്റയ്ക്കല്ല. ഇന്ന് പകലും നിങ്ങൾക്ക് കൂട്ടായ ആ കർത്താവിന്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ട്.
തനിച്ചാവാൻ ആ കർത്താവ് സമ്മതിക്കത്തില്ല. ഇന്ന് പകല് നിങ്ങൾ ഒറ്റയ്ക്കാവാൻ ആ ദൈവം സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ആ പാട്ടുകാരൻ എഴുതിയത്, ഉള്ള കലങ്ങിടും വേളകളിലും ഉള്ളിൽ വന്ന് യേശു ചൊല്ലുന്നു. ഇന്ന് പകല് ഉറപ്പോടെ എന്ന് പാടി, ഉള്ളം കലങ്ങിടും വേളയിലും ഉള്ളിൽ വന്ന് യേശു ചൊല്ലിടും. തെല്ലും ഭയം വേണ്ട, തെല്ലും ഭയം വേണ്ട മകനെ, എല്ലാ നാളും ഞാൻ കൂടെ. ഇന്ന് പകലും ആ കർത്താവ് ഉറപ്പ് തരും. ഉള്ളം കാലങ്ങിടും വേളയിൽ ഉള്ളിൽ വന്നേശു, ഉള്ളിൽ വന്നേശു ചൊല്ലിടുന്നു. തെല്ലും ഭയം വേണ്ട മകനെ, എല്ലാ നാളും ഞാൻ കൂടെയുണ്ട്. യേശുവേ യേശുവേ രക്ഷകാ, അങ്ങേ ഞാൻ സേവിക്കൂ. വീണ്ടും പോൽ നൽകിയിടും. തൃപ്തനായി തീർന്ന ശേഷം നന്ദിയാ സ്തോത്രം പാടുമെന്ന്. ഓരോ ദിവസവും വേണ്ടതൽ വേണ്ടും പോൽ നൽകിയിടുന്നു. ഓ തിന്നു തൃപ്തനായി തീർന്ന ശേഷം നന്ദിയാ സ്തോത്രം പാടുമെന്ന്. അക്കരങ്ങളെല്ലാം ഉയർത്തിപ്പാടി, യേശുവേ യേശുവേ രക്ഷകാ, അങ്ങേ ഞാൻ സ്നേഹിക്കൂ. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിയിടൂ. യേശുവേ ഇത്ര നല്ലവനാ പ്രിയനേ, ഇത്തരയിൽ രുചിച്ചറിയുവാൻ. ഇത്ര നല്ലവനാ പ്രിയനേ, ഇത്തരയിൽ രുചിച്ച
മാടുത്താൻ മതിയാ. ചേർന്ന് പാടി എന്റെ സംഗീതം. എന്റെ സംഗീതവും ഏറ്റവും പാടുത്ത തുണയും ഏതൊരാപത്തിലും ഏതൊരാപത്തിലും ഏതു നേരത്തിലും പകലും പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ആ കർത്താവാണ് നമ്മളോട് പറയുന്നത്. ഏതൊരാപത്തിലും ഏത് നേരത്തിലും ആ കർത്താവ് മതി, അക്കരം മതി, അക്കരം മതി. പലരും നമ്മളെ തിരസ്കരിച്ചപ്പോൾ, ഒരു സഹായം അന്വേഷിച്ചിട്ട് പലരും മുഖം മറച്ചപ്പോഴും നമുക്ക് വേണ്ടി മുഖം മറയ്ക്കാത്ത, പല വഴികൾ അടഞ്ഞപ്പോഴും നമുക്ക് വേണ്ടി മാത്രമായി ചില വഴികളെ തുറന്നു ഒരു സ്നേഹവാനായ കർത്താവ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും, ഇനി മുന്നോട്ട് ഞാൻ എങ്ങനെ പോകുമെന്ന് പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്, പല സാഹചര്യങ്ങളിലും. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ എനിക്കായി മാത്രം വഴികളെ തുറന്ന കർത്താവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ചില വഴികളെ തുറന്നു തന്നൊരു ദൈവം. ഇന്നു പകലിലും ആ കർത്താവ് സർവശക്തനാണ്. ഇന്നു പകലിൽ നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോഴും ആമേൻ ഒരു പ്രശ്നം നിങ്ങളുടെ മുന്നിൽ ഉണ്ടായെന്നിരിക്കാം. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് വേണ്ടി വഴികളെ തുറന്ന ദൈവം ഇനിയും നമുക്ക് വേണ്ടി തുറക്കാതിരിക്കുമോ? അതുകൊണ്ട് ആ കർത്താവ് ഉറപ്പു തരുന്നേ, ഇരുൾ തിങ്ങിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ കൃപകൾ തരൂ. ആരുമില്ലതുപോലൊരു ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ഇരുട്ടുള്ള മേഖലയാണ്, മുൻപോട്ടൊരു വഴി നിങ്ങൾ കാണുന്നില്ലെങ്കിലും നിങ്ങളുടെ അരികിൽ വരുവാനും നിങ്ങൾക്ക് വേണ്ടി കൃപകളെ തരുവാനും കഴിയുന്ന ഒരു കർത്താവ്. ആ കർത്താവിന്റെ സ്നേഹത്തെ ആമേൻ ഹൃദയത്തിൽ തിരിച്ചറിഞ്ഞവർക്ക്, ആമേൻ പാട്ടുകാരൻ എഴുതിയതുപോലെ ഇത്ര നല്ലവനാം പ്രിയനെ രുചിച്ചറിഞ്ഞവർക്ക് ആമേൻ കൈകൊട്ടാതിരിക്കാൻ കഴിയത്തില്ല. അവൻ ചെയ്ത ഒരു നന്മയെങ്കിലും ജീവിതത്തിൽ അനുഭവിച്ചവർക്ക്
ഈ കർത്താവിന്റെ നാമത്തെ ഇന്നു പകലിലും ഞങ്ങൾ ഇവിടെ നിന്ന് ഉയർത്തുമ്പോൾ ആമേൻ കരം കൊട്ടാതിരിക്കാൻ കഴിയത്തില്ല. ആമേൻ ഉറക്കെ ആമേൻ ആ കർത്താവിനെ ഒന്ന് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. കാരണം മനുഷ്യൻ തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ നമ്മളെ തിരിഞ്ഞു നോക്കിയത് ആ കർത്താവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കെന്നും പാടാൻ കഴിയും. ആമേൻ എൻ്റെ ഏത് സാഹചര്യത്തിലും ആ കർത്താവ് എനിക്കെന്നും നല്ലവരാണ്. ഞാൻ കഷ്ടത്തിലൂടെ കടന്നുപോയാലും ആ കർത്താവ് എനിക്ക് നല്ലവനാണ്. അതുകൊണ്ടാ പാട്ടുകാരൻ പാടിയ എൻ്റെ യേശു എനിക്കു നല്ലവനാണ്, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ. ഇന്ന് പകലും എത്ര പേർക്ക് പറയാൻ കഴിയും ആമേൻ എൻ്റെ കഷ്ടതയിലും എനിക്ക് യേശു നല്ലവനാണ്. എൻ്റെ സുഖത്തിൽ മാത്രമല്ല, എൻ്റെ ആപത്തിലും എൻ്റെ രോഗത്തിലും എൻ്റെ എത്ര വലിയ പ്രയാസത്തിലും ആ കർത്താവ് എനിക്ക് നല്ലവനാണ്. ആമേൻ. ഇസ്രായേൽ ജനത്തെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ മെയിൻ ഒരു പ്രശ്നം എന്തായിരുന്നു? അവർക്ക് എത്ര നന്മയുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ വന്നൊരു ചെറിയ തിന്മയാണ് അവർ നോക്കുന്നത്. അവരൊരുപാട് നന്മ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അനുഭവിച്ചിട്ടും ചെറിയൊരു പ്രശ്നം വരുമ്പോൾ അവർ പിറുപിറുക്കുമായിരുന്നു. എന്നാൽ ഇന്നു പകലിൽ നമ്മളെ ആ കർത്താവ് വിടുവിച്ച് കൊണ്ടുവന്നിട്ട് അവൻ ചെയ്ത നന്മകളെ നമ്മൾ മറന്നു പോകുന്നവരാവരുത്. ചില പ്രശ്നങ്ങളൊക്കെ വന്നെന്ന് വരാം. അതുകൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുന്ന ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഈ ലോകത്തിൽ നമുക്ക് പ്രയാസമുണ്ട്. പക്ഷെ അതിന്റെ നടുവിലൊന്നും നമ്മൾ തകർന്നു പോകത്തില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പിറുപിറുക്കുന്നവരായിട്ടല്ല, പാട്ടുകാരൻ പാടിയതുപോലെ ആപത്തിലും രോഗത്തിലും എത്ര വലിയ വൻ പ്രയാസത്തിലും എത്ര വലിയ തിരമാലയുടെ മുന്നിലും ആ യേശു എനിക്കും നല്ലവനാ, ആ യേശു എനിക്ക് മതിയായവനാ. അവൻ ഇന്ന് പകലിൽ ഹൃദയത്തിൽ ആ ഉറപ്പുള്ളവർ ആ കരങ്ങളെല്ലാം ഒന്ന് ചേർത്തടിച്ച് ശക്തിയോടെ ആ നല്ലവനായ കർത്താവിനൊന്ന് സ്തുതി കൊടുത്തേ. നല്ലവൻ അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മരമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മരമേ അവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മരമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മലമേൽ കയറി മുൾമുടി ശിരസിൽ ധരിച്ചു. കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവ്വവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ വേദന സർവ്വവും നീക്കി എന്നിൽ പുതുജീവൻ. അതുകൊണ്ട് സന്തോഷത്തോടെ പാടിയേ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ
മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും എന്നും. എന്റെ യേശു എനിക്ക് നല്ലവൻ, എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും എന്നും. ഒരിക്കൽ കൂടെ, ഓ എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും എന്നും. ലോകത്തിൽ പ്രയാസങ്ങൾ മാനവേ അവൻ മതിയായവൻ. ലോകത്തിൽ പ്രയാസങ്ങൾ മാനവേ അവൻ മതിയായവൻ. ലോകത്തിൽ പ്രയാസങ്ങളിൽ മാനവേ അവൻ മതിയായവൻ. ലോകത്തിൽ മാനവേ അവൻ Yes, thank you, Jesus. Oh.
ഇന്ന് പകല് എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. ആ യേശുവിനെ പോലെ എന്നെ മനസ്സിലാക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന വേറൊരു വ്യക്തിയുമില്ല, വേറൊരു സുഹൃത്തുക്കളും എനിക്കില്ല. ആമേൻ. ഇന്ന് പകല് നിങ്ങളൊന്ന് ആലോചിച്ചേ. വചനം പറയുന്നു, 2 or 3 പേർ തന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ മധ്യേ ഞാനുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ആമേൻ 2 പേർ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ആ കർത്താവ് എത്തി. പലരും ആമേൻ നമ്മുടെ സമയത്തിന് നമുക്ക് വില തരാതിരിക്കുമ്പോൾ ഇന്ന് പകലിൽ നമുക്ക് വേണ്ടി വില തരുന്നൊരു കർത്താവാണ്. ഇത്ര വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും കാത്ത്, എത്ര വലിയ സ്നേഹ പ്രിയപ്പെട്ടവരെ. അത് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു യേശു, നമ്മളെ വിട്ടുമാറാത്തൊരു യേശു. പലരും നമ്മളെ വിട്ടു മാറിപ്പോകുമ്പോൾ, അകന്നു പോകുമ്പോൾ നമ്മളെ ചേർത്ത് മുറുകെ പിടിക്കുന്ന ഒരു സ്നേഹം. അതുകൊണ്ടാ പാട്ടുകാരൻ പാടി, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായത്ര ഇന്നുമെന്നും യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും. ആമേൻ. ഇന്ന് പകൽ എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന പലരും സഹോദരങ്ങളാൽ, മാതാപിതാക്കളാൽ മാറ്റപ്പെട്ട്, തള്ളി നീക്കപ്പെട്ട്, ആമേൻ, ഹൃദയത്തിൽ ഒരു മുറിവോടെ വന്നിരിക്കുന്നവരുണ്ട്. അവരോടാ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, മോനെ മോളെ, നീ വിഷമിക്കണ്ട, നീ സങ്കടപ്പെടണ്ട. മനുഷ്യൻ നിന്നെ നീക്കിയ സ്ഥാനത്ത് നിന്നെ ചേർക്കുന്നൊരു സ്വർഗത്തിലെ അപ്പനുണ്ട്. നിന്റെ സഹോദരങ്ങൾ നിന്നെ തള്ളി നീക്കുമ്പോൾ, നിന്നെ അടുപ്പിക്കാതിരിക്കുമ്പോൾ, നിന്റെ അടുത്തേക്ക് വിളിക്കുന്ന, മാറോട് ചേർക്കുന്ന ഒരു കർത്താവിന്റെ സ്നേഹമുണ്ട്. എന്നെ അവർ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിന്ന് ചിന്തിക്കുന്നവർ നിന്നെ മനസ്സിലാക്കാതെ പോകുമ്പോൾ, നീ പറയാതെ തന്നെ നിന്നെ അറിയുന്ന, നിന്നെ മുഴുവനായി അറിയുന്ന ഒരു കർത്താവിന്റെ സ്നേഹമുണ്ട്. ഇന്ന് പകലിലും എന്റെ ചൂട് ആ മാർവില, എന്റെ ആശ്രയം ആ മാർവില. ഇന്ന് പകലും എന്റെ കണ്ണുനീര് ഞാൻ ഒഴുക്കുന്നെങ്കിൽ ആ പാദപീഠത്തില. അതുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മുൻപിൽ കരയുന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ മുൻപിൽ കരയാൻ ആ ദൈവം നിന്നെ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് എത്ര പാടിയാലും എനിക്ക് മതിയാകത്തില്ല. ഈ വരി എത്ര പാടിയാലും എനിക്ക് മതിയാകത്തില്ല. ഇതെന്റെ ജീവിതമാണ്. ആ യേശു എന്റെ ജീവിതത്തിൽ എനിക്കെന്നും മാറാത്തവനാ. ആരെല്ലാം മാറിപ്പോയാലും, ആരെല്ലാം അകന്നു പോയാലും, എന്റെ ജീവിതത്തിൽ സ്ഥിരമായി ഒന്നേ ഉള്ളൂ, അതെന്റെ യേശുവാ, അതെന്റെ യേശുവാ. പല വ്യക്തികളും കയറി ഇറങ്ങിപ്പോയേക്കാം, എന്നാൽ ആമേൻ ഇറങ്ങിപ്പോകാത്ത, ഓ എന്നെ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലിൽ മുട്ടുന്ന ആ യേശു, ഓ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര